എന്മിഴിനീരിലെ നാമജപങ്ങളെ പുണ്യമാം തീരത്തണച്ചവനേ. ഇതുവരെ കേട്ടത് ഭക്തിഗാനങ്ങൾ. ഉദയഗീതം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. നരേന്ദ്രൻ കമ്മീഷൻ ശുപാർശകൾ സംബന്ധിച്ച് മന്ത്രിസഭാ ഫോർമുല പ്രകാരം സംവരണം ഏർപ്പെടുത്തി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് ആഗോള വിദ്യാഭ്യാസ സംഗമം ആവശ്യപ്പെട്ടു. UPA ഇടത് ഏകോപന സമിതി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. കോന്നി ഭക്ഷ്യ ഗവേഷണ കേന്ദ്രത്തിന് ഇന്ന് തറക്കല്ലിടും. സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. നരേന്ദ്രൻ കമ്മീഷൻ ശുപാർശകൾ സംബന്ധിച്ച് മന്ത്രിസഭ അംഗീകരിച്ച ഫോർമുല പ്രകാരം സംവരണം ഏർപ്പെടുത്തി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന സർവീസിന്റെയും സബോർഡിനേറ്റ് സർവീസിന്റെയും ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഉത്തരവാണിത്. പിന്നാക്ക സമുദായങ്ങളുടെ സംവരണ തത്വം പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഇപ്രാവശ്യം തണുപ്പ് കൂടുതലാണ്. ധനവകുപ്പിന്റെ ചില അനുമതി കൂടി വേണമെന്നതിനാൽ വിദ്യാർത്ഥികളുടെ സൗജന്യം സംബന്ധിച്ച ഉത്തരവ് മാത്രമാണ് ഇനി ഇറങ്ങാനുള്ളത്. വയസ്സാകും തോറും കണ്ണും കാണാതെ ആഗോള വിദ്യാഭ്യാസ സംഗമം എന്നാ പോയിട്ട് വാ. വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേറെന്തോ വിചാരത്തില്ല. നിർദ്ദേശിച്ചു. ഭാരതി ഭാരതി കൊണ്ടുവരണം കൂടിയാക്കി മാറ്റണമെന്ന് സമിതികൾ നിർദ്ദേശിച്ചു. പുതിയ തലമുറയുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കുമെന്ന് KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ദശകങ്ങൾക്ക് മുമ്പ് തന്നെ വൻ പുരോഗതി നേടിയെങ്കിലും ഉന്നത വിദ്യാഭ്യാസ രംഗം പിറകിലായിരുന്നുവെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. വളർച്ചയ്ക്ക് ഗവേഷണത്തിനും അടിസ്ഥാന സൗകര്യങ്ങളും കൂടുതൽ നിക്ഷേപം ആവശ്യമാണെന്ന് അഭിപ്രായപ്പെട്ടു. ഇതിന് വിദേശ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുമായി സഹകരിക്കേണ്ടത് ആഗോള വിദ്യാഭ്യാസ സംഗമത്തെ എതിർക്കുന്നത് നിർഭാഗ്യകരമാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. വിദ്യാഭ്യാസ കൺവെൻഷനിൽ പ്രസിദ്ധപ്പെടുത്തിയ പുസ്തകത്തിൽ പാക് അധീന കശ്മീരിനെ ആസാദ് കശ്മീർ എന്ന് രേഖപ്പെടുത്തിയത് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ PS ശ്രീധരൻപിള്ള തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ആഗോള വിദ്യാഭ്യാസ സംഗമത്തിന്റെ ഗുണഫലങ്ങൾ സുതാര്യമായി ലഭ്യമാക്കണമെന്ന് MSM അഖില കേരള അറബിക് വിദ്യാഭ്യാസ സമ്മേളനം ശ്രീ KN MLA ഉദ്ഘാടനം ചെയ്തു. നിന്റെ പത്രം ഇല്ല, കുറച്ചുകൂടി ഉള്ളൂ. നീ ആ തോമസ് ഡോക്ടറോട് ഇത്രയോടെ ഒന്ന് വരാൻ പറ. ഇന്നലെ രാത്രി ഒത്തിരി നേരം സംസാരിച്ചു പിരിഞ്ഞതാ. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. എന്താ മാഷേ, എന്താ സംഭവിച്ചത്? നമ്മുടെ പപ്പൻ മരിച്ചു. കഴിഞ്ഞിട്ട് 4 മണിക്കൂറായി. ആട്ടെ, മക്കളെയൊക്കെ വിവരം അറിയിച്ചോ? ഇല്ല, ഡോക്ടർ വന്ന് കണ്ടിട്ടാകുന്നു വെച്ചു. അജിത് ഇപ്പോഴും കുവൈറ്റിൽ തന്നെയല്ലേ? അതെ, ഒരാൾ മുംബൈയിലും ഇളയാൾ ബാംഗ്ലൂരിലും. ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ശശി, നീ ഡോക്ടർ ഒന്നും കൊണ്ടുപോയി. ഏയ് വേണ്ട മാഷേ, ഞാൻ തനിയെ വെക്കോളാം. ഇവിടത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ശശി, പിന്നെ നീ ആ ചെമ്പശ്ശേരിയിലൊന്ന് അറിയിച്ചിട്ട് വാ. അടുത്ത ബന്ധുക്കളായിട്ട് അവരല്ലേ ഇവിടെ ഉള്ളൂ. പിന്നെ നീ പോകുന്ന വഴിക്ക്
ആ മെമ്പറുടെ വീട്ടിലും കൂടി ഒന്ന് വിവരം അറിയിച്ചു തരും. ആ ചെല്ലി. അപ്പൊ പ്രസിഡന്റ് വീട്ടിൽ പറയണ്ടേ മാഷെ? ആ വേണ്ട വേണ്ട, അത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. ആ ഹലോ, കുറുപ്പല്ലേ? ഇത് ഞാനാ, ഗോവിന്ദൻ. നമ്മുടെ പപ്പൻ ഇന്നലെ മരിച്ചു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇന്നലെയും കൂടി കണ്ടുപിരിഞ്ഞല്ലേ. ആ അതാ ഞാനും പറയുന്നു. ആ അജിത്തിനെ സജിത്തിനും കിട്ടി, വിജിത്തിന് മാത്രം കിട്ടിയിട്ടില്ല. ആ ബാംഗ്ലൂരിൽ അവർ വിളിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ, 5 മണിക്ക്. ആ ആ ഓക്കെ. ബസ് സ്റ്റോപ്പിന്റെ അടുത്താ. അല്ല മാഷെ, വല്ലച്ചിറ രാമേഷിന്റെ വീട് വല്ലച്ചിറ ബസ് സ്റ്റോപ്പിന്റെ അമ്പലത്തിന്റെ പുറകില്. ആ പിന്നെ അവരോട് സമയം പറഞ്ഞേക്കാം. അല്ല, അവര് 3 പേര് എത്തിയാലല്ലേ? അവരെത്തും. അജിത്തും സജിത്തും പ്ലെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വിജിത്തിനെ അവർ വിവരം അറിയിക്കും. ഇത് വെച്ചോ. പിന്നെ ഈ ചെലവാക്കുന്നൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. ആ പെട്ടെന്ന് പറഞ്ഞു. ഹലോ ഹലോ. ആ ആ അച്ഛനല്ലേ മോളെ? ആ പിന്നെ ഒരു കാര്യം പറയാനായിട്ടാണ്. എത്രയൊന്ന് കൊടുക്കും കേട്ടോ. ആ പത്മനാഭ, ഭയപ്പെടേണ്ട പത്മനാഭ, ഇത് ഞാനാണ്, യമൻ. യമനോ? അതേ പത്മനാഭൻ, നിങ്ങൾ കാലിൽ നിന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്ന യമൻ. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. കൂട്ടിക്കൊണ്ടുപോകാനോ? എങ്ങോട്ട്? ഭൗതിക ശരീരം വിട്ട് ആത്മാവ് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് തന്നെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തു തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇല്ലാതാക്കിയത്? തെറ്റിൻ്റെയും ശരിയുടെയും കണക്ക് നോക്കിയല്ല പത്മനാഭൻ മരണം നിശ്ചയിക്കുന്നത്. അത് മാതൃശരീരത്തിൽ ജീവന്റെ തുടിപ്പായി തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ മരണസമയവും കുറിക്കപ്പെടും. പക്ഷേ എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ജീവിച്ച് കൊതി തീർന്ന് മരണം ഏറ്റുവാങ്ങിയവർ ഇല്ല പത്മനാഭൻ. മരണം സ്വയം സൃഷ്ടിക്കുന്നവർ ജീവിതത്തോട് ഏറ്റവും കൊതിയുള്ളവരാണ്. നീ നിന്റെ ധർമ്മങ്ങളെല്ലാം നിറവേറ്റിക്കഴിഞ്ഞു. ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിലെ ശ്രേഷ്ഠന്മാരുടെ പട്ടികയിൽ ഇടം കണ്ടെത്തിയ മനുഷ്യനാണ് നീ. ശ്രേഷ്ഠൻ? ഞാനോ? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഈ വാക്കുകൾ തന്നെ ശ്രേഷ്ഠതയുടെ ലക്ഷണമല്ലേ പത്മനാഭൻ? ചെയ്ത കാര്യങ്ങൾക്കൊന്നും കണക്ക് സൂക്ഷിക്കാത്ത ശ്രേഷ്ഠത. നീ ഈ നിമിഷം വരെ നിനക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ സുഖവും സന്തോഷവുമായിരുന്നു നിന്റെ ലക്ഷ്യം. തൻ്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുമ്പോഴാണ് ജന്മം സഫലമാകുന്നത് പത്മനാഭൻ. നീ ആ കാര്യത്തിൽ ശ്രേഷ്ഠത നേടിയിരിക്കുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ലാഭേച്ഛ കൂടാതെയുള്ള നിന്റെ ഈ ജീവിതം, അച്ഛൻ, അമ്മ, സഹോദരിമാർ, ഭാര്യ, അതിലെല്ലാം ഉപരി ഒന്നിനും ഒരു കുറവുമില്ലാതെ 3 മക്കളെ പഠിപ്പിച്ച് വലിയവരാക്കി. അയ്യോ, ഇതെല്ലാം എൻ്റെ ധർമ്മമല്ലേ? അതെ, ആ ധർമ്മം നോക്കിയുള്ള നിന്റെ ജീവിതമാണ് ചിത്രഗുപ്തന്റെ ശ്രേഷ്ഠപട്ടികയിൽ നിനക്ക് സ്ഥാനം നൽകിയത്. ആരെയും നോവിക്കാതെ സർവചരാചരങ്ങളെയും സ്നേഹിച്ച് 87 വർഷങ്ങൾ. ഇക്കാലത്ത് ഇങ്ങനെയൊരു മാനവൻ, അതിശയം തന്നെ. അതുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിലെ നിന്റെ കാലചക്രം ഇങ്ങനെയാണ്. മരണശേഷം ജീവിതമോ? ജീവിതത്തിന് അതിരിടുന്ന മതിലല്ല പത്മനാഭ മരണം. അത് മറ്റൊരു ലോകത്തേക്കുള്ള കവാടം മാത്രമാണ്. ആ കവാടം കടന്നു ചെന്നാൽ നിനക്ക് നിന്റെ പ്രവൃത്തിയുടെ ഫലം ലഭിക്കും. അതിൽ നിനക്ക് നീക്കിവെച്ചിരിക്കുന്നത് 80 സംവത്സരം എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടിയ സ്വർഗീയ ജീവിതം. പക്ഷേ നീ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചതുകൊണ്ട് മാത്രം 7 സംവത്സരം നരകയാതന അനുഭവിച്ചേ പറ്റൂ. എൻ്റെ ഓർമ്മയിൽ
ഇത്രയേറെ സുഖസൗകര്യങ്ങൾ ലഭിക്കാൻ ഭാഗ്യം ചെയ്ത ഒരു ആത്മാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിന്റെ പ്രവൃത്തിയിൽ നീ പരിപൂർണ സംതൃപ്തനല്ലേ പത്മനാഭൻ? അതെ, ഞാൻ തൃപ്തനാണ്, പൂർണ്ണ തൃപ്തനാണ്. ശരി, നമുക്ക് യാത്രയാകാം. അതിനു മുമ്പ് ഒരു കാര്യം. ഏതൊരാത്മാവിൻ്റെയും ഒരു ആഗ്രഹം പോലും ബാക്കി നിർത്തി ഞങ്ങൾ ആത്മാവിനെ കൊണ്ടുപോവാറില്ല. പറയൂ, പത്മനാഭൻ അങ്ങനെ വല്ല ആഗ്രഹങ്ങളും ഉണ്ട്. അവസാനമായി എനിക്കൊരാഗ്രഹം ബാക്കിയുണ്ട്. എനിക്ക് എൻ്റെ മക്കളെ എല്ലാവരും ഒന്ന് കാണണം. അവസാനമായി കണ്ണു നിറയെ. കൊള്ളാം, നീ വീണ്ടും നമ്മെ അതിശയിപ്പിക്കുന്നു നിന്റെ പുത്രവാത്സല്യത്താൽ. ഇത് പുത്രവാത്സല്യം മാത്രമല്ല, അവർക്കിതിനേക്കാൾ ഇരട്ടിയാണ് എന്നോടുള്ള സ്നേഹം. നിന്റെ ധാരണ ധന്യമാവട്ടെ പത്മനാഭൻ. പക്ഷേ അതിന് ചില തടസ്സങ്ങളുണ്ട്. ഒരാത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തിയാൽ അത് അധിക സമയം ചുറ്റിത്തിരിയാൻ നിയമം അനുവദിക്കുന്നില്ല മകനെ. അങ്ങനെ പറയരുത് രാജൻ. ഇത് മാത്രമാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം. സർവേശ്വരന്റെ നിയമങ്ങൾക്ക് ലംഘനം വരുത്താൻ ഞാൻ ആളല്ല പത്മൻ. എന്നെ ഇത്രയും പുകഴ്ത്തിയതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഞാൻ ചെയ്ത കാര്യങ്ങളിൽ അല്പമെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് എന്നോട് കനിവ് കാട്ടണം. ആത്മാവിന്റെ ആഗ്രഹവും നിറവേറ്റി ആ ആത്മാവിന്റെ സമ്മതവും വാങ്ങിയേ ഞങ്ങൾ കൊണ്ടുപോകാറുള്ളൂ. ഇതിപ്പോ ശരി, നാം കുറച്ചു സമയം കൂടി നിനക്ക് അനുവദിച്ചു തരാം. പക്ഷേ ഒരു വ്യവസ്ഥ മാത്രം. ഞാനൊരു വിനാഴിക നിനക്ക് അനുവദിച്ചു തരുമ്പോൾ നിനക്ക് സ്വർഗീയ സുഖത്തിൽ നിന്നും 15 സംവത്സരങ്ങൾ നഷ്ടമാകും. അങ്ങനെയാണെങ്കിൽ മാത്രം സമ്മതിക്കാം. എന്താ, വ്യവസ്ഥക്ക് തയ്യാറാണോ? തയ്യാറാണ്, ഞാൻ 100 വട്ടം തയ്യാറാണ്. എൻ്റെ മക്കളെ കണ്ണു നിറയെ കാണുന്നല്ലോ വലിയ സ്വർഗമോ? വേണ്ട, എനിക്കൊരു സ്വർഗവും വേണ്ട. എനിക്കെൻ്റെ മക്കളെ കണ്ടാൽ മാത്രം മതി. മറ്റൊരു നിബന്ധന കൂടി. ആത്മാവായ നീ ഭൂമിയിൽ തങ്ങുന്ന എപ്പോഴെങ്കിലും നിന്റെ ജന്മം പാഴായിപ്പോയി എന്ന് നിനക്ക് തോന്നിയാൽ ആ നിമിഷം ഞാൻ വരും നിന്നെ കൊണ്ടുപോകാൻ, അനുവാദം കാക്കാതെ. സമ്മതം. ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നില്ല. കാരണം ഞാൻ ജീവിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ പൊന്നു മക്കൾക്ക് വേണ്ടി. നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഞാൻ പോയി വരാം. ഒരു വിനാഴിക. സാമോദമേവം അരുൾ ചെയ്തിതന്നേരം രാമനെ ചിന്തിച്ചു ദുഃഖിയായകാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെ വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷിനാവാദിനാരായണൻ ലക്ഷ്മണനായ ധനന്ദൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായ പര മായാ ഗുണങ്ങളെ അവലംബിച്ചു കായഭേദം നിനക്കറിയരുത്. നോക്ക്, ജനിച്ചാലെന്നായാലും മരിക്കും. നിനക്കറിഞ്ഞ അസുഖമൊന്നും വരുത്തി വെക്കരുത്. വല്ലതും വരുത്തി വെച്ചാൽ ഇനി ഞാൻ ഭക്തപരായണൻ വിഷ്ണുരൂപം കൊണ്ടു രക്ഷിച്ചുകൊള്ളും പരമാത്മാസാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി
അഗണ്യ ഗുണമാദ്യ അവ്യയമപ്രമേസ്മി സന്തതം രാമം മഹിത കടാക്ഷവിക്ഷപിതാമരശുചം രഹിതാവതി സുഖമിന്ദിരാ മനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യകം രാമം ഭുവനകമനീയരൂപമീഡിതം ശതരവിഭാസുരമഭീഷ്ടപ്രദം ശരണദം സുരപാദപമൂലരചിതനിലയനം സുരസഞ്ജയസേ രാവിലെ അമ്മ ചായ ആയിട്ട് വന്നപ്പോഴാണ് കണ്ടത്. രാത്രി തന്നെയാണ് ആ ഡോക്ടർ പറഞ്ഞത്. ഏട്ടൻ വിളിച്ചപ്പോൾ ഞാൻ സൈറ്റിലേക്ക് പുറപ്പെടാൻ നിൽക്കുകയായിരുന്നു. പുതിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വർക്ക് നടക്കുക. അല്ല, ഗീതുമോള് കൂട്ടാതെ ഏയ്, അവിടെ ആരെങ്കിലും ഇല്ലാതെ പറ്റില്ല. അവളെ സൈറ്റിലേക്ക് പറഞ്ഞു വിട്ടു. അല്ലെങ്കിലും എല്ലാവരും വന്നിട്ട് എന്തിനാ? അജിത്തിനെ ഇങ്ങോട്ട് വന്നതിന് ശേഷം വിളിച്ചിരുന്നു. എയർപോർട്ടിൽ വന്ന ശേഷം വിളിച്ചിരുന്നു. അധികം താമസിയാതെ തന്നെ എത്തും രണ്ടുപേരും. സമയം എത്രയല്ലേ ആയുള്ളൂ. മാഷേ, അവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന വണ്ടി വിടണം. ഞാൻ വരുന്നത്, നീ അങ്ങോട്ട് ഇല്ലേ? ഞാൻ പോരാ. മാഷേ, ഇത് കയ്യിൽ വെച്ചോളൂ. ആ, വരട്ടെ. എല്ലാം കഴിയുമ്പോ കൂട്ടി നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പം ഹലോ, ആ പറഞ്ഞോളൂ. യാ ഓക്കെ. അവിടെ സൈറ്റിൽ ആളുണ്ടല്ലോ. പത്മനാഭ, നിനക്കനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് യാത്രയാവാം. അയ്യോ, എൻ്റെ ഒരു മകൻ മാത്രമേ എത്തിയുള്ളൂ. മറ്റുള്ളവരെപ്പോഴെത്തും? അതുവരെയെങ്കിലും. ഇതാണ് മനുഷ്യരുടെ കുഴപ്പം. സൂചികേറ്റാൻ ഇടം കൊടുത്താൽ അവിടെ ആനയെ തളക്കും. ഞാൻ സമ്മതിക്കാം, പക്ഷേ നിബന്ധന മറക്കരുത്. നീ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷത്തിനും നിനക്ക് നഷ്ടപ്പെടുന്നത് സംവത്സരങ്ങളുടെ സ്വർഗീയ സുഖമാണ്. അത് വേണോ? ശരി, ഒരു വിനാഴിക കൂടി ഞാൻ അനുവദിച്ചു തരാം. വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണാകയാൽ സന്നദ്ധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തക്ഷണമേവം രാമചന്ദ്രനുമരുൾ ചെയ്താൻ. വക്ഷസി വദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കുമിവളിപ്പോൾ. ചേച്ചി, നീ എഴുന്നേറ്റ്. അജുമോൻ മൃഗവുമല്ലത്രയും ചിത്രം ചിത്രം. വക്ഷസി വക്രം കാലും തലയുമില്ലതാനും. രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുൻപേ നമ്മെ. അല്ലെങ്കിലും പപ്പൻ ഭാഗ്യമുള്ളവനാ. ഒന്നുമില്ലാതെ വന്നിറങ്ങിയിട്ട് ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയില്ലേ? ഭാഗ്യം മാത്രം പോര സുലോചന, കഠിന അധ്വാനവും കൂടി വേണം. അത് സത്യ. ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുകയാണ് പപ്പൻ വന്നിറങ്ങണത്. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർത്ത ഒരു ഉറക്കം. അതാ ഞാൻ പറഞ്ഞത്, മണ്ണിനെ സ്നേഹിച്ചാൽ മണ്ണും സ്നേഹിക്കുന്നു. ഓ, അതിനൊക്കെ ഇപ്പൊ ആർക്കാ താല്പര്യം? മണ്ണിനെ പോയിട്ട് സ്വന്തം അച്ഛനമ്മമാരെ പോലും ആരും സ്നേഹിക്കണില്ല. അത് തന്റെ കാര്യം. പക്ഷെ പപ്പന്റെ മക്കൾക്ക് അച്ഛനെന്ന് വെച്ചാ ജീവനാ. അല്ലെന്നല്ല പറഞ്ഞത്, ഞാനൊരു പൊതുസത്യം പറഞ്ഞതേ ഉള്ളൂ. അറിയില്ലേ, പപ്പന്റെ അളിയനാ ചെങ്ങമനാട്ടെ. മനസ്സിലായി. ആട്ടെ, കുളിപ്പിക്കാൻ എടുത്തോളാം പ്രിയ. അതാ ഞാനും പറഞ്ഞത്. ചെങ്ങമനാട്ടിൽ നിന്ന് അമ്മാവനും അമ്മായിയും വന്നിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്ന് മാധവനും വന്നിട്ടുണ്ട്. കാവപ്പാട്ട് അറിയിക്കണ്ടേ? അവിടുന്ന് ഇപ്പൊ ആര് വരാനാ? ചെറിയമ്മക്ക് സുഖമില്ലായിരിക്കല്ലേ? എനിക്കറിയാവുന്ന ബന്ധുക്കളെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും? ഇനി ആരാ? ഇനി ആരും ഇല്ല മാഷേ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഓർത്ത് അറിയിച്ചിട്ടെന്താ കാര്യം? പോയവര് തിരിച്ചു വരുമോ? ആ, ഞാൻ അറിയിച്ചില്ലെങ്കിൽ അത് മതി പരിഭവത്തിന്. മാഷ് വേണ്ടതെന്താണെന്ന് വെച്ച് ചെയ്തോളൂ. ഞങ്ങൾ
ഒരു മിനിറ്റ്. ഹലോ, ആ അതെ, അജിത്താണ്. നോ നോ നോ, ഇല്ല, അതിലൊരു കോംപ്രമൈസും വേണം. ആ, ടിക്കറ്റ് നാളത്തേക്ക് മാറ്റാൻ പറയും. നോ നോ നോ, ഇന്ന് ഈവനിങ് തന്നെ ഇരിക്കും. നോ പ്രോബ്ലം. ഇതൊക്കെ നോക്കിയിരുന്ന് നമ്മളെപ്പോലുള്ള ബിസിനസ്സുകാർക്ക് ജീവിക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ, ഞാൻ തിരിച്ചു വിളിക്കാം. ആ, മാധവേട്ടനോ എപ്പോ എത്തി? രാവിലെ. ദാ അകത്ത് വിളിക്കുന്നുണ്ട്. പത്മനാഭ, എന്താ പേടിച്ചു പോയോ? പിന്നെ പേടിക്കാതെ തൊട്ട് തൊട്ട് മുന്നിൽ നിന്നാൽ. നിന്റെ എന്നല്ല, എല്ലാ മനുഷ്യരുടെ പിന്നിലും ഞാനുണ്ട്, ഒരു നിഴൽ പോലെ. നിനക്ക് പിന്നെയും അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞു പത്മനാഭൻ. നമുക്ക് പോകാം. എൻ്റെ എല്ലാ മക്കളെയും കാണാനാണ് ഞാൻ സമയം ചോദിച്ചത്. പക്ഷെ ഞാൻ നിന്റെ നല്ലതിനു വേണ്ടി മാത്രമാണ് പറയുന്നത്. നമുക്ക് പോകാം. പിന്നെ മരിച്ചതിന് ശേഷം എനിക്കെന്ത് നല്ലത് വരാനാ? അല്ലെങ്കിൽ തന്നെ എൻ്റെ 3 മക്കളെയും കാണാത്ത ഒരു നല്ലതും എനിക്ക് വേണ്ട. അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് നിങ്ങൾക്കൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. പത്മനാഭനെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ല, ഒരു സത്യം പറഞ്ഞെന്നേയുള്ളൂ. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വർഗജീവിതത്തിന്റെ പകുതിയിൽ കൂടുതൽ നഷ്ടപ്പെടുത്തി. ഇനിയും അത് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പോകാം. സ്വന്തം മക്കളുടെ സ്നേഹത്തിന് മുന്നിൽ എത്ര വലിയ സ്വർഗവും ദൃഢമാണ്. നിന്റെ വിചാരങ്ങളും വികാരങ്ങളും പുണ്യമാകട്ടെ പത്മനാഭൻ. എനിക്ക് എന്റെ സജിത്തിനെ കൂടി ഒന്ന് കാണണം, അത്രമാത്രം. ഇത്രയും എന്നോട് കാണിക്കണം. നീ എന്നെ വല്ലാതെ അതിശയിപ്പിക്കുന്നു പത്മൻ. ശരി, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. പക്ഷേ ഒരു കാര്യം, നിബന്ധന, അത് മറക്കരുത്. ശ്രേഷ്ഠൻ മംഗളം വരുവാനായി തൊഴുതു ചൊല്ലിടിനാൻ. മുമ്പിലാം മാറു കാണാം മതംഗാശ്രമം. അച്ഛൻ കുളിപ്പിക്കാനെടുത്തിരിക്കുക. അമ്മയോ? കിടക്കുവാ. ആ, ഏട്ടത്തിയെ കൊണ്ടുവന്നില്ലേ? ഇല്ല, കൊണ്ടുവന്നില്ല. അച്ചുവിൻ്റെ ക്ലാസ് കളയാൻ പറ്റില്ല, എക്സാം എടുത്തിരിക്കുകയല്ലേ. മാത്രവുമല്ല, അവളിപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യാനും പാടില്ലല്ലോ. ഹലോ, ഫ്ലൈറ്റിന്റെ സമയമായപ്പോൾ ഒരു അജ്ഞാത ഫോൺ ഭീഷണി, പിന്നെ യാത്രക്കാരെല്ലാം ഇറക്കി ചെക്കിങ്, എവിടെ വ്യാജ ഭീഷണി. പിന്നെ പുറപ്പെട്ടപ്പോൾ 4 മണിക്കൂർ ലേറ്റ്. ബോംബ് വെച്ചവരാരെങ്കിലും ഫോൺ ചെയ്ത് പറയോ? വെറുതെ ആളെ മെനക്കെടുത്താൻ കുറെ ഇന്റലിജൻസ്. ഓഫീസിൽ നിന്ന്. 3 പേരും വന്നോളൂ. വാ. ഒരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദമന്ദം പോയി ചെന്നു. ചാരുത ചേർന്ന ശബര്യാശ്രമമകം പുക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്തായ താപസി ഭക്ത്യ സംവദിച്ചിതു പാദാംഭോരുകയുഗത്തി. എന്തായാലും അച്ഛൻ നല്ല പണിയാ കാണിച്ചത്. ചാൻ കണ്ട സമയം. ഹോസ്പിറ്റലിൽ നല്ല തിരക്കുള്ള സമയത്താ. ആളുകളുടെ സൗകര്യം നോക്കിയാണ് ഓരോരുത്തരും മരിക്കുന്നത്. നിനക്കതൊക്കെ പറയാം, നീ വലിയ എഞ്ചിനീയർ അല്ലേ? എടാ, ഞങ്ങളെ പോലുള്ള ഡോക്ടർമാർക്കേ ഇതുപോലെയുള്ള സുനാമിയോ പകർച്ചവ്യാധിയോ ഒക്കെ വരുമ്പോഴാ ചാകര പോലെ 10 കാശുണ്ടാക്കാൻ പറ്റുന്നത്. ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? മൈ ഫീൽ. നിനക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കുണ്ട് തിരക്ക്. ഇന്നൊരു കോൺട്രാക്ട് സൈൻ ചെയ്യേണ്ട ദിവസമായിരുന്നു. 1 2 അല്ല, 50 lakhs. അതെന്തായി കാണുമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു സുനാമി. ഹോസ്പിറ്റൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടാ ഇങ്ങോട്ട് പോകുന്നത്. എത്ര രൂപ നഷ്ടമെന്നറിയോ? ഇതെങ്ങനെയെങ്കിലും തീർത്തിട്ട് വേണം. തിരക്കിന്റെ കാര്യമൊന്നും ആരും പറയണ്ട. കമ്പനിയുടെ ഒരു പ്രസ്റ്റീജിയസ് വർക്ക് ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. വഴക്കടിക്കാനല്ല ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചു. സ്വത്ത് പാർട്ടീഷൻ ആക്കിയിട്ടായിരുന്നെങ്കിൽ. അതിനൊന്നും ഞാനില്ല. വീട് സ്ഥലവും ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തു. എനിക്ക് എൻ്റെ ഷെയർ കിട്ടിയാൽ മതി. അതിപ്പോൾ ക്യാഷായിട്ട് കിട്ടിയിരുന്നെങ്കിൽ. ആരെ ഏറ്റെടുക്കാൻ? എനിക്കെങ്ങും വേണ്ട. ഈ പട്ടിക്കാടും ഒന്നിനും കൊള്ളാത്തൊരു വീടും ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോ. അങ്ങനെ ആർക്കും ആവശ്യമില്ലെങ്കിൽ നമുക്കിത് വിൽക്കാം. കിട്ടുന്ന കാശ് നമുക്ക് ഷെയർ ചെയ്യാം. അത് മതി. വിൽക്കുകയാണെങ്കിൽ പൊളിച്ചു വിൽക്കുന്ന ലാഭം. അത് നല്ല ഐഡിയ. വല്ല റിസോർട്ടുകാരും ആണെങ്കിൽ പറയണ കാശും കിട്ടും. അതെ, 3 പേരും കുളിച്ചാൽ കർമ്മത്തിനിരിക്കാം. ഇതൊക്കെ വേണോ? ഫൂളിഷ്നെസ്. ഓ, ഇതുകൂടി സഹിച്ചാ പോരെ. അല്ല, പാർട്ടീഷന്റെ കാര്യം തീരുമാനിച്ചു. പക്ഷേ ഒരു കാര്യം കൂടി തീരുമാനിക്കാനില്ലേ? അല്ല, അമ്മയെ. സാധാരണ ഇളയ മക്കളാണ് അമ്മയെ ഏറ്റെടുക്കാറ്.
അതാണ് നാട്ടുനടപ്പ്. കൊണ്ടുപോകാമായിരുന്നു, പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ വൈഫ് അമ്മയുമായി ചേർന്ന് പോകില്ല എന്ന്. അമ്മയെ ഞാൻ കൊണ്ടുപോകാമായിരുന്നു, പക്ഷേ മക്കളെ അവളെ ഉപേക്ഷിക്കരുത് മക്കളെ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഒട്ടും സൗകര്യമില്ല. മാത്രവുമല്ല, അമ്മയ്ക്ക് അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുകയില്ല. അല്ലെങ്കിൽ അമ്മയെ ഞാൻ കൊണ്ടുപോവാം, പക്ഷേ അജുമോനെ, നീ അല്ലേടാ അവളെ ആദ്യം അമ്മയെന്ന് വിളിച്ചത്. നിന്നെ അല്ലേടാ അവളെ ആദ്യം കൊഞ്ചിച്ചത്. അവളെ കൈവിടല്ലേ മോനെ. 27 മണിക്കൂറും ബിസിനസ്സുമായി നടക്കുന്ന ഞാൻ അമ്മയെ കൊണ്ടുപോയി ശരിയാവില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? മോനെ, നിന്നെ അല്ലേടാ അവളെ ഏറ്റവും കൂടുതൽ ലാളിച്ചത്. നിനക്ക് സുഖമില്ലാതെ നീ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു കിടന്നപ്പോ അവൾ ഒറ്റ ഒരുത്തി കാരണമാ നീ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. എനിക്ക് വയ്യ ഈ ഭാരം കൂടി ചുമക്കാൻ. ഭാരമോ? എന്റെ ഭാരതി നിങ്ങൾക്കൊക്കെ ഭാരമോ? ഭാരതി, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നീ കാര്യം പറയും. നാട്ടിലൊക്കെ ഇപ്പോൾ ഇത് സർവ്വസാധാരണ. നീ കാര്യം പറ. നമുക്ക് 3 പേർക്കും എന്തായാലും അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയെ നമുക്ക് ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കാം. കാശെന്താണെന്ന് വെച്ചാ ഞാൻ അയച്ചു തരാം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം. മക്കൾ, അച്ഛന്റെ പൊന്നുമക്കൾ, ഇവർക്കൊക്കെ വേണ്ടിയാണോ ഈശ്വര ഞാനെന്റെ ഒരു ആയുസ് നഷ്ടപ്പെടുത്തിയത്? പത്മനാഭ, നീ നമ്മുടെ നിബന്ധനകൾ ലംഘിച്ചിരിക്കുന്നു. നിന്നോട് നാം പറഞ്ഞിരുന്നതല്ലേ ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ പാടില്ലെന്ന്. അതുകൊണ്ട് ഇനി നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് നിന്റെ അനുവാദത്തിന്റെ ആവശ്യമില്ല. മാത്രമല്ല, നിനക്ക് ലഭിച്ച സ്വർഗീയ സുഖങ്ങളെല്ലാം നീ നിന്റെ മക്കളെ കാണാൻ വേണ്ടി നഷ്ടപ്പെടുത്തി. ഇനി ശേഷിക്കുന്നത് നിനക്ക് ലഭിച്ച നരക ജീവിതം മാത്രമാണ്. അതനുഭവിക്കാൻ നീ തയ്യാറായിക്കൊള്ളു.